ഇവൻ ഫുഡ് ഡെലിവറി ചെയ്യുന്നതിനായി ഗ്രൗണ്ടിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടും ഡെലിവറി ടൈം കഴിയാറായത് കൊണ്ടും അവൻ ഗ്രൗണ്ടിന് ചുറ്റും ഓടാൻ തുടങ്ങുന്നു. അതേസമയം ഒരു പ്ലെയർ ബോളും കൊണ്ട് ഗോൾ അടിക്കുന്നതിനായി ഓടിക്കൊണ്ടിരിക്കുന്നു. നോക്കുമ്പോൾ ലീ അവനെയും ഓവർടേക്ക് ചെയ്ത് ഓടിപ്പോയി ഫുഡ് കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യുന്നു. അത് കണ്ട് ഷോക്കായ ടീമിന്റെ ക്യാപ്റ്റൻ ആ ഗെയിം വിൻ ചെയ്യുന്നതിനായി ലീയുടെ ഹെൽപ്പ് ചോദിക്കുന്നു. പക്ഷേ ലീ ഇന്ന് വരെ റഗ്ബി ബോൾ തൊട്ടിട്ടേ ഇല്ല. അവൻ അറിയാവുന്ന ഒരേ ഒരു കാര്യം നോൺ സ്റ്റോപ്പായി ഓടുക എന്നുള്ളതാണ്. അത് മാത്രമല്ല അവന്റെ സ്പീഡിനൊപ്പം എത്താൻ എതിർ ടീമിലെ ആർക്കും തന്നെ കഴിയുന്നില്ല. അതുകൊണ്ട് അവൻ ഈസിയായി ആ ടീമിനെ വിജയിപ്പിക്കുന്നു. അതിനുശേഷം ടീം ക്യാപ്റ്റൻ ലീയെ അവരുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ പറയുന്നു. പക്ഷേ ലീയുടെ എക്സ്പെക്ടേഷൻ കാശ് മാത്രമാണ്. അപ്പോൾ ടീം ക്യാപ്റ്റൻ ആ ടൂർണമെന്റിൽ വിൻ ചെയ്താൽ 1 മില്യൺ യുവാൻ കിട്ടുമെന്ന് പറഞ്ഞതും ലീ ഉടനെ തന്നെ ആ ടീമിൽ ജോയിൻ ചെയ്യുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ആ ടീമിലുള്ളവരെല്ലാം ഒന്നിനും കൊള്ളാത്തവരാണ്. അതുകൊണ്ട് അവരുടെ ട്രെയിനിങ് ദിവസവും മോശമായി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഒരുത്തൻ വന്ന് ലീയുടെ ടീമിനെ അവരുടെ ടീമുമായി ഫ്രണ്ട്ലി മാച്ച് കളിക്കാൻ വിളിക്കുന്നു. അതും ഒരു ട്രെയിനിങ് ആവുമല്ലോ എന്ന് ചിന്തിച്ച് ഇവരും അതിന് സമ്മതിക്കുന്നു. പക്ഷേ ഗെയിം സ്റ്റാർട്ട് ആയതിനു ശേഷമാണ് എതിർ ടീമിന്റെ ഉദ്ദേശം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. അവർ മനഃപൂർവ്വം എക്സ്പീരിയൻസ് ഇല്ലാത്ത ലീയുടെ ടീമിനെ തകർക്കാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ലീയുടെ ടീമിന് ഭയങ്കരമായി പരിക്ക് പറ്റിയത് മാത്രമല്ല അവസാനം വരെയും അവർക്ക് ഒരു ഗോൾ പോലും അടിക്കാൻ കഴിഞ്ഞില്ല. വേഗം തന്നെ ഗെയിം അവസാനിപ്പിച്ച എതിർ ടീം അവരെ കളിയാക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു. ഈ നാണക്കേട് ലീയുടെ ടീമിലെ എല്ലാവരുടെയും ഫൈറ്റിംഗ് സ്പിരിറ്റ് കൂട്ടുന്നു. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ അവരുടെ ടീമിലുണ്ടായിരുന്നവർ കയ്യിലുണ്ടായിരുന്ന കാശെല്ലാം കളക്ട് ചെയ്ത് ഒരു പ്രൊഫഷണൽ കോച്ചിനെ നിയമിക്കുന്നു. അതിനുശേഷം ഓരോ ദിവസവും അവർ ശരിയായ രീതിയിൽ കഠിനമായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നു. അത് സഹിക്കാനാവാതെ ഒത്തിരി പ്ലേയേഴ്സ് അവശരാകുന്നു. എന്നാലും അവർ നിർത്താതെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം അവരുടെ ആദ്യത്തെ ഒഫീഷ്യൽ മാച്ച് നടക്കുന്നു. നോക്കുമ്പോൾ അവരെ അന്ന് കളിയാക്കി വിട്ടവരാണ് ഇന്ന് അവരുടെ എതിർ ടീമായി വന്നിരിക്കുന്നത്. അവർ ലീയുടെ ടീമിന്റെ പഴയ അവസ്ഥ മനസ്സിൽ വെച്ചുകൊണ്ട് കാഷ്വലായി കളിക്കാൻ തുടങ്ങുന്നു. പക്ഷെ അടുത്ത കുറച്ചു നിമിഷത്തിൽ തന്നെ ലീയുടെ ടീം അവരെ അതിശയിപ്പിക്കുന്നു. നോക്കുമ്പോൾ ലീയുടെ ടീം നിർത്താതെ ഗോൾ അടിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദേഷ്യം വന്ന എതിർ ടീം എപ്പോഴത്തെയും പോലെ വയലൻസ് കയ്യിലെടുക്കുന്നു. പക്ഷെ ഇത്തവണ അവർക്ക് ലീയുടെ ടീമിനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവസാനം ലീയുടെ ടീം ആ ഗെയിമിൽ വിൻ ചെയ്ത് അവരെ കളിയാക്കിയ ടീമിന് അവരുടെ സ്റ്റൈലിൽ തന്നെ മറുപടി കൊടുക്കുന്നു.